അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ പദവികളും അവിടുത്തെ അരുവികളെ കുറിച്ചും അവിടുത്തെ പഴവർഗ്ഗങ്ങളെ കുറിച്ചും അവിടെ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ട് അത്ഭുതത്തോടെ സ്വഹാബത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅഅലാഹ ജന്നാത്തുൽ ഫിർദൗസ് ഖാല നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 100 വർഷത്തെ 1000 വർഷത്തെ വഴിദൂരമുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ചിട്ടാണ് അള്ളാഹു നാളെ സ്വർഗത്തിൽ പദവി കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത്, മഹത്വം കൊടുക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അവിടുത്തെ അരുവികളുണ്ടല്ലോ, അവിടുത്തെ കൊട്ടാരങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഫലവർഗ്ഗങ്ങളുണ്ടല്ലോ, അവിടുത്തെ പാലിനെ കുറിച്ചും തേനിനെ കുറിച്ചും ഹൂറുല്ലീങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന പദവികളെ കുറിച്ച് അവിടെന്ന് പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടിട്ട് അത്ഭുതത്തോടെ സഹാബത്ത് മുഴുവനും കണ്ണ് തള്ളിയിട്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, ആ പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ പദവികളിൽ 100ാമത്തെ പദവി ഏതെന്നറിയുമോ? 100ാമത്തെ പദവി ഏതെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഏറ്റവും വലിയ ഉയർന്ന പദവി ഏതെന്നറിയുമോ? 100ാമത്തെ പദവി ഏതെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ് സഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ്, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ആർക്കുള്ളതാണ്? എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലാ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അത് തന്നെയല്ലേ? നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും ഖുർആൻ ഓതുന്നതും സദഖ കൊടുക്കുന്നതും വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും ഈ സദസ്സിൽ വന്നിരിക്കുന്നതും ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാലും ഞാൻ നിങ്ങളും പടച്ചറപ്പിനോട് ചോദിക്കുന്നതല്ലാ, ഇതിന് പകരം സ്വർഗം തരണേ അല്ലാ. എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ. എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ, ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ? ഏതെങ്കിലും ഒരു സ്വർഗത്തിൽ കിടന്നു പോയാ പോരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കണേ സഹാബാ.
പ്രവാചകൻ പറയുകയാണ്, പോകുകയാണെങ്കിൽ ഫിർദൗസിൽ പോകണം, പോകുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യാ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം അല്ലാഹുവിന്റെ റസൂലുള്ളതാണ്, അല്ലാഹുവിന്റെ പ്രവാചകനുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അതല്ലേ നമ്മളോട് പറഞ്ഞത് ദുആ ചെയ്യാൻ? നമ്മൾ ഓരോ ദിവസവും ദുആ ചെയ്യുന്നവരല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യാ പറഞ്ഞു. ഞാൻ നിങ്ങളും ഓരോ ദിവസവും അല്ലാഹുവേ പ്രവാചകന് വേണ്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുമല്ലോ. എപ്പോഴാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവേ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിങ്ങനെ വിളിക്കുമല്ലോ. വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അവസാനത്തെ വിളിയമങ്ങ് തീർന്നു കഴിയുമ്പോ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദറജത റഫിയ وبعثه مقاما محمودا الذي وعدت وارزقنا شفاعة يوم القيامة. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ അവിടെ നിന്ന് വസീല തേടുന്നവരാണ്, പ്രവാചകന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്, ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടാ ദുആ ചെയ്യുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും എല്ലാ ദിവസവും 5 നേരമേ ദുആ ചെയ്യുന്നവരാ. പക്ഷേ ദുആ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ആ ചെയ്യുന്ന ദുആയുണ്ടല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും ആ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ സത്യത്തിൽ ആ ദുആ സ്വീകരിക്കുന്നുണ്ടോ? അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല, 6 സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യർ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 6 സമയങ്ങളിൽ സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്നോ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ചെയ്ത 30 കൊല്ലത്തെ അമലുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, സംസാരിക്കാൻ പാടില്ലാത്ത 6 സ്ഥലങ്ങളിൽ ഒരു സമയം എപ്പോഴെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് സംസാരിക്കല്ലേ, ആ സമയത്ത് നീ സംസാരിക്കല്ലേ. നിന്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് സഹാബത്ത് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം ചോദിക്കട്, പോകുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര്, ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമാർക്കുള്ളതാരബിയേ? പടച്ചറബിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ആ സ്വർഗ്ഗമാർക്കുള്ളതാണ്. അതിലേക്ക് ആരാണ് കടന്നു പോകുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകരോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ, അവിടെ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരോ, ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് അംബിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ. അവര് കിടക്കുന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അതിനകത്ത് കിടക്കുന്ന 1ാമത്തെ വിഭാഗമാരാട്, 2ാമത്തെ വിഭാഗമാരെന്നറിയുവോ? സഹാബത്തേ, പടച്ചറപ്പിന് വേണ്ടി പോരാടിയവരുണ്ടല്ലോ, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, അവര് ഫിർദൗസിന്റെ അവകാശികളാണ് സഹാബാ.
ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾ അല്ലാഹുവിന്റെ പ്രവാചകനും സുഹദാക്കളുമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് സഹാബത്ത് ചോദിച്ചു, നബിയേ ഞങ്ങൾക്കൊന്നും ഭാഗ്യമില്ലേ നബിയേ, ഞങ്ങൾക്കൊന്നും അവസരമില്ലേ നബിയേ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പ്രവാചകന്മാരും സുഹദാക്കളും കിടക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി, ആ 100ാമത്തെ സ്വർഗത്തിൽ കിടക്കാ ഞങ്ങളെ കൊണ്ട് കഴിയില്ലേ നബിയേ? അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലെ പ്രവാചകന്മാരും ശുഹദാക്കളും കിടക്കുന്ന സ്വർഗത്തില് ആ പ്രവാചകന്മാരുടെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ ഫിർദൗസിന് ചില അവകാശികളുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ ഫിർദൗസിന്റെ അവകാശികളിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന് ചില അവകാശികളുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ പലരും ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എത്ര പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയാം. ബക്കറ്റ് പിരിവുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ എന്ത് പിരിവൊക്കെ എന്നാ റാഫി? ബക്കറ്റ് പിരിവ് മാത്രമേ ഇന്നട്ടോ. സ്വർണ്ണമൊക്കെ ഇൻഷാ അല്ലാഹ് എന്തിനാ ഇപ്പൊ സ്വർണ്ണമൊക്കെ അല്ലേ? ഇവിടെ മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ കല്യാണമൊന്നും വേണ്ട, അടുത്ത വർഷം ഇനിയിപ്പോൾ കല്യാണമൊന്നും നടത്തേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ മക്കൾ ഇങ്ങനെ സ്വന്തം ഓരോന്നിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. പോകട്ടെ, ഓടിയ എവിടെ വരെ ഓടും? ഓന്തോടിയ എവിടെ വരെ ഓടും? ഓന്തോടിയ എവിടെ വരെ ഓടും? ഓടി കറങ്ങിത്തിരിഞ്ഞിങ്ങനെ നടക്കുന്നത് കാണാം. അള്ളാഹു കാണാനുള്ള യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു കാണാനുള്ള യോഗം നൽകട്ടെ. കാണാം കറങ്ങിത്തിരിഞ്ഞ് തിരിഞ്ഞതിലേക്ക് നടക്കണത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. EP ഉസ്താദ് പറയാനുള്ളതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. മനസ്സും ശരീരവും നിറച്ചിട്ടാ ഇന്നലെ ഉസ്താദ് പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നും പറയണില്ല. ഇൻഷാ അല്ലാഹ് പിരിവൊക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നടക്കും. അള്ളാഹു എല്ലാ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ 1ാമത്തെ അവകാശി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അള്ളാഹുവേ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾ അള്ളാഹുവിന്റെ റസൂൽ എണ്ണി പറയുകയാണ്. പ്രവാചകൻ എണ്ണി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്ന 1ാമത്തെ വിഭാഗമാരെന്നറിയുവോ? അല്ലാഹുവേ പടച്ചവനെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ ഫിർദൗസിന്റെ 1ാമത്തെ അവകാശി ആരെന്നറിയുവോ? അല്ലാഹു തന്ന ആയുസ്സുണ്ടല്ലോ, പടച്ചറപ്പ് തന്ന ജീവിതമുണ്ടല്ലോ, ആ ജീവിതം ആരാണോ അല്ലാഹുവിന് കൊടുക്കുന്നത് അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചറപ്പ് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, 20, 30, 40, 50, 60, 70 കൊല്ലമായി ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും നടക്കുകയല്ലേ. ഈ ആയുസ്സുണ്ടല്ലോ, നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് ഞാൻ പടച്ചവനാണ് കൊടുത്തതെന്ന് ഈ 31 വയസ്സുള്ള സിറാജിന് പറയാൻ കഴിയുമോ? ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കൂ, അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് പടച്ചറപ്പിനാണോ കൊടുത്തിട്ടുള്ളത്? എന്റെ പ്രിയമുള്ളവര്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അഴീക്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോ ഖബർ പൊളിച്ചിട്ട് ഞാനും നിങ്ങൾ
നിങ്ങളും എഴുന്നേറ്റ് പോകുമല്ലോ. അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? അവിടുന്ന് പ്രവാചകൻ പറയുന്നു, സഹാബാ, അള്ളാഹു ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാലൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിയില്ലെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു തരുമ്പോ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിലെ തലകൾ മുകളിൽ സൂര്യദിച്ചു നിൽക്കുന്ന പടച്ചവന്റെ കോടതിയിൽ ഞാനും നിങ്ങളും മുഴുവനും എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? മനുഷ്യ, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? മനുഷ്യ, നിനക്ക് ഞാൻ തന്ന ജീവിതമുണ്ടല്ലോ, ഞാൻ നിനക്ക് തന്ന ആയുസുണ്ടല്ലോ, ആ ആയുസ് എന്തിനാണ് ചിലവഴിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഏതു കൊലകൊമ്പനാകട്ടെ, എത്ര വലിയ പവറുള്ളവനാകട്ടെ, കഴിവുള്ളവരാകട്ടെ, അവന് വെച്ചിരിക്കുന്ന കാലം നനക്കാ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ വില നമുക്കറിയില്ലല്ലോ. അള്ളാഹു തന്ന ആയുസിന്റെ സമയങ്ങളെ നിസാരമായി തള്ളിക്കളയുന്നവരാ. എത്രയെത്രയോ മണിക്കൂറുകള് ഞാനും നിങ്ങളും നിസാരമായി തള്ളിക്കളയുന്നവരാണ്. ആ സമയത്തിന്റെ വില നമുക്കിന്ന് തിരിയില്ല, ആ സമയത്തിന്റെ വില നമുക്കിന്ന് മനസ്സിലാകില്ല. എപ്പോഴാണ് മനസ്സിലാകുന്നതെന്നറിയുമോ? പാഴാക്കി കളഞ്ഞ ഓരോ സെക്കൻഡിനെ കുറിച്ച് നെഞ്ചു പൊട്ടികെട്ട് കരയുന്ന ഒരു രംഗം വരാറുണ്ട്. ഒരു നിമിഷത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സമയം വരാറുണ്ട്. എപ്പോഴെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോകുന്നതിന് കടന്നു വരുന്ന അവസരമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. മലക്കുൽ മൗത്ത് എന്ന മലക്കിനെ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന രംഗമുണ്ടല്ലോ. പൊന്നുമോനെ, പൊന്നുമോനെ, ഈ ജീവിതത്തിന്റെ അവസാനം നിന്നെ വിളിച്ചു കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് കടന്ന് യാചിക്കുന്നു, അല്ലാ അസ്റായീലേ, ഒരു സെക്കൻഡ് അസ്റായീൽ, ഒരു നിമിഷം കൂടെ അസ്റായീൽ. ആ സമയത്താണ് പാഴാക്കി കളഞ്ഞ, ഞാനും നിങ്ങളും പാഴാക്കി കളഞ്ഞ ഓരോ സെക്കൻഡിന്റെയും വില മനസ്സിലാകുന്നത് അപ്പോഴാണ്. മലക്കുൽ മൗത്ത് പറയുന്ന മറുപടി എന്തെന്നറിയുവോ? വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരുപാട് സമയം നിനക്ക് പടച്ചറപ്പ് തന്നല്ലോ, ഒരുപാട് സമയം തന്നായിരുന്നല്ലോ, പാഴാക്കി കളഞ്ഞില്ലേടാ, പാഴാക്കി കളഞ്ഞില്ലേടാ. ഇനി നിനക്ക് അവസരമില്ലെന്ന് പറയുന്ന ഒരു രംഗം വരാനുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. നാളെ പടച്ചുറപ്പേ പിന്നെ സമയത്തിനും അവസരം ചോദിക്കുന്ന ഒരു സമയം കൂടെയുണ്ട്. 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് നാട്ടുകാർ വിടുവനും പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ചു 6 അടി മണ്ണിനകത്ത് നിന്നെ കുടിച്ചിട്ടിട്ട് പിരിഞ്ഞു പോവുകയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിൽ വസ്ത്രം ധരിക്കാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത ആ മലക്കിങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാ. അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. നരകത്തിന്റെ കാവൽക്കാരനായെന്ന മലക്കുന്നതാ മാലിക്കെന്ന മലക്കുണ്ടല്ലോ, കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകത്തെ കണ്ണുകൊണ്ട് കാണുമ്പോ, ആ നരകത്തിന്റെ വിളി കേൾക്കുമ്പോ, ആ നരകത്തിന്റെ തീ കാണുമ്പോ, ആ നരകത്തിന്റെ ആഴം കാണുമ്പോ അപ്പോഴും അഴീക്കോട് ജട്ടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, സമയം പാഴാക്കിയ പെങ്ങള്,
അപ്പോഴും അല്ലാഹുവോട് ചോദിക്കുന്നത് എന്തെന്നറിയുവോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. പടച്ചറപ്പേ, ഒരിക്കൽ കൂടെ അഴീക്കോട്ടിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കുവോ അല്ലാ? ഒരു ചാൻസ് കൂടെ തരുവോ അല്ലാ? ഒരവസരം കൂടെ തരുവോ അല്ലാ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന് സെക്കൻഡിന് വേണ്ടി, സമയത്തിന് വേണ്ടി വീണ്ടും ഒരു അവസരം തരാൻ വേണ്ടി യാചിക്കുമ്പോ, അല്ലാഹുവേ, നരകത്തിലേക്ക് നിന്നെ മലക്കുകൾ വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പ് തന്നിരിക്കുന്ന ജീവിതമുണ്ടല്ലോ, എപ്പോഴാണ് തീരുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് തീരുന്നതെന്നറിയില്ല, മലക്കുൽ മൗത്തിന് എവിടെയാണ് കയറി വരേണ്ടതെന്നറിയില്ലല്ലോ, എവിടെ വേണമെങ്കിലും കയറി വരുമല്ലോ. പടച്ചവരെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏതുവന്റെയും കൊട്ടാരത്തിന്റെ നടുവിലാകട്ടെ അനുവാദം ചോദിക്കാതെ മലക്കുൽ മൗത്ത് കടന്നു വരുമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അല്ലാഹു തന്ന ആയുസിന്റെ വില മനസ്സിലാക്കാതെ എപ്പോഴെവിടെ വെച്ചാണ് മരിച്ചു പോകുന്നതെന്നറിയില്ല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ റബീഅത്ത് ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു. റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബർ കുടിച്ചിട്ടിരിക്കുകയാണ്. തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബർ കുടിച്ചിട്ടിരിക്കുകയാ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ കബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയാ. കബറിനകത്ത് കിടന്ന് കരഞ്ഞിട്ടേ വെളിയിലേക്ക് പോകാറുള്ളൂ. തിരിച്ചു വരുമ്പോഴും തന്റെ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് കബറിനകത്തൊരൽപ്പം നേരം കിടന്ന് കരയുകയാണ്. എല്ലാവരും ചോദിച്ചു, റബീഅ, എന്തിനാണ് വീടിന്റെ മുന്നിൽ കബർ കുടിച്ചിട്ടിട്ട് ഇതിനകത്ത് കിടന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ പോയി കിടക്കേണ്ട സ്ഥലമാണല്ലോ, എന്റെ വാപ്പ വരില്ലല്ലോ, എന്റെ ഉമ്മ വരില്ലല്ലോ, എന്റെ ഭാര്യ വരില്ലല്ലോ, എന്റെ മക്കള് വരില്ലല്ലോ, എന്റെ കൂടപ്പിറപ്പ് വരില്ലല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളും എന്റെ കൂടെ വരില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് തയ്യാറെടുക്കുകയാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് സുഖിക്കാനുള്ളതല്ലടാ, ആസ്വദിക്കാനുള്ളതല്ലടാ, അടിച്ചു പിടിക്കാനുള്ളതല്ലടാ, നിനക്ക് തോന്നുന്നത് ചെയ്യാനുള്ളതല്ല, നിനക്ക് തോന്നുന്നത് പോലെ നടക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹു തന്ന ആയുസ് ബലപ്പെട്ടതാമോള്, അത് നിനക്ക് ചവിട്ടി തേക്കാനുള്ളതല്ല പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, പടച്ചറപ്പ് തന്നിരിക്കുന്ന ജീവിതം നിന്റെ വാപ്പയ്ക്കുള്ളതല്ല, ഉമ്മയ്ക്കുള്ളതല്ല, നിന്റെ ഭാര്യയ്ക്കുള്ളതല്ല, നിന്റെ മക്കൾക്കുള്ളതല്ല, നിനക്ക് തോന്നുന്നത് പോലെ ആസ്വദിക്കാനുള്ളതല്ല. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചറപ്പിന് കൊടുക്കാനുള്ളതാ. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. കറുത്തിരുണ്ടിരിക്കുന്ന, പടച്ചവനെ, വല്ലാത്ത കറുപ്പ, മുടിയല്ല ചുരുണ്ടിരിക്കുന്ന, ആര് കണ്ടാലും പടച്ചവരെ വന്ന് മുഖം താഴ്ത്തുന്ന സൗന്ദര്യമില്ലാത്ത സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നിറമൊരു തടസ്സമാകുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരിക്കലുമില്ല. പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിറമൊരു തടസ്സമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ പ്രവാചകന് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെന്ന് ചോദിച്ചു, സഅദ്, അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, വിവാഹം കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമാ നബിയേ.
വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാൽ എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല നബിയേ, അവരെന്നെ ആട്ടിയിറക്കുകയാ, അവരെന്നെ പരിഹസിക്കുകയാ, ഒരു മനുഷ്യനും തന്റെ പൊന്നുമകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല. സഅദ് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, സഅദേ നിനക്കെന്തേ അവരെ വിവാഹം കഴിച്ചു തരാത്തത്? എനിക്ക് സൗന്ദര്യമില്ലല്ലോ നബിയേ, എനിക്ക് കറുപ്പാണല്ലോ നബിയേ, എന്നെ കാണാൻ അഴകില്ലല്ലോ നബിയേ, എനിക്ക് സമ്പത്തില്ലല്ലോ നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണല്ലോ നബിയേ, ഇതെല്ലാം അല്ലാഹു തന്നതല്ലേ, അതുകൊണ്ട് ആരും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅദേ നിനക്ക് വിവാഹം കഴിക്കടോ, നിനക്ക് വിവാഹം കഴിക്കടോ? നഅം യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാട് അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാട്, അദ്ദേഹത്തിനൊരു സുന്ദരിയായ പൊന്നുമോളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പെണ്ണ് ചോദിക്കു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പാവപ്പെട്ടവനല്ലേ നബിയേ, ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനല്ലേ നബിയേ, കാണാൻ അഴകില്ലാത്തവനല്ലേ നബിയേ, ആ കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ, എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനാ പറയുന്നത്, പോയി ചോദിക്കാ പറയുകയാണ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ വിവാഹ ജീവിതം സ്വപ്നം കണ്ടു കഴിയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു വിടുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കോടീശ്വരന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടുന്ന് സലാ പറയുകയാണ്. ആ കോടീശ്വരനായ മനുഷ്യൻ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. കോലം കാണുമ്പോ അപ്പോഴേ മുഖം ചൊളിയുന്നുണ്ട്. സഅദ് പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് വിവാഹം കഴിച്ചു തരുവോ, നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് വിവാഹം കഴിച്ചു തരുവോ? കേൾക്കേണ്ട താമസം ആ മനുഷ്യന് വല്ലാത്ത കോപമുണ്ടാവുകയാണ്, അവിടുന്ന് ദേഷ്യമുണ്ടാവുകയാണ്. ഇല്ലടാ ഇറങ്ങി പോകടാ എന്ന് പറയുമ്പോ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. അവിടെ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ആട്ടിയോടിക്കുകയാണ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ തന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആ സമയമുണ്ടല്ലോ ആ കോടീശ്വരന്റെ കാണാനഴകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവിടെ നിന്ന് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പാ ആ ചെറുപ്പക്കാരെ എന്തിനാണ് തിരിച്ചു പറഞ്ഞു വിട്ടത്? അവന് സൗന്ദര്യമില്ലെങ്കിലും അവന് പണമില്ലെങ്കിലും വാപ്പാ എനിക്ക് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു വാപ്പാ, എനിക്ക് ആ ചെറുപ്പക്കാരനെ മതി. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു വിട്ടത്, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ. ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ച് ഇവിടെ നിറക്കി വിട്ടല്ലോ. പോവാപ്പാ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറവാപ്പാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങി പോകുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന കൊട്ടാരത്തിൽ കഴിയുന്ന മനുഷ്യനുണ്ടല്ലോ, ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയേ കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നി നബിയേ, അങ്ങ് പറഞ്ഞു വിട്ടതാണെങ്കിൽ എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സഅദ് എന്ന ചെറുപ്പക്കാരെ വിളിക്കുകയോ അവിടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാണ്. അവിടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാണ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്
സന്തോഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എത്ര കൊല്ലത്തെ മോഹമാ, എത്ര കളിയാക്കലും പരിഹാസവും കേട്ടതാണ്. അല്ലാഹുവേ, ഇതുപോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഅദ്, വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കൂ. യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, 3 സഹാബികളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ടുവരാൻ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 സഹാബത്തിന്റെ വീടിന്റെ മുന്നിൽ ചെന്നു. അവിടെ 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകൻ ആ സമ്പത്ത് മുഴുവനും ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഅദ്, നാളെ നിന്റെ വിവാഹമാ സഅദ്, അതുകൊണ്ട് പട്ടണത്തിലേക്ക് കടന്നു ചെന്നിട്ട് മഹർ വാങ്ങ് സഅദ്, പുതുവസ്ത്രം വാങ്ങ് സദസ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാൻ, അതാ ആ പെണ്ണിന് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങ് സഅദ് എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് എന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകന് കമ്പോളത്തിലേക്ക് യാത്രയാക്കുകയാണ്. വളരെ സന്തോഷത്തോട് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കമ്പോളത്തിലേക്ക് കടന്നു വന്നിട്ട് നാളെ വിവാഹമാ, ധരിക്കാനുള്ള പുതുവസ്ത്രം ഇങ്ങനെ തിരയുകയാണ്. തന്റെ പുതുവസ്ത്രങ്ങള്, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വേണ്ടി അതാ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാ. എല്ലാവരും യുദ്ധത്തിന് തയ്യാറെടുക്കടൂ. ആരോ വിളിച്ചു പറയുന്നത് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ കേൾക്കുകയാണ്. പുതുവസ്ത്രമുണ്ടല്ലോ, വാങ്ങിയ പുതുവസ്ത്രമുണ്ടല്ലോ, നാളെ കല്യാണത്തിന് ധരിക്കാനുള്ള വസ്ത്രമുണ്ടല്ലോ, ആ വാങ്ങിയ വസ്ത്രം എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, വിവാഹമാണോ വേണ്ടത്, വിവാഹ ജീവിതമാണോ വേണ്ടത്? അല്ലാഹുവേ, നാളെ വിവാഹ പന്തലിലേക്കാണോ കടന്നു പോകേണ്ടത്, അതോ പടച്ച റബ്ബിന്റെ സ്വർഗമാണോ വേണ്ടത്? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ വാങ്ങിയ വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ആ പൈസ കൊണ്ടുപോയി ഒരു കുതിരയെ വാങ്ങുകയാ, ഒരു വാട് വാങ്ങുകയാ, ഒരു പടയങ്കി വാങ്ങുകയാ, എന്നിട്ടൊരു തലപ്പാവ് വാങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് വേണ്ടി സാധനങ്ങൾ മുഴുവനും വാങ്ങുകയാണ്. എന്നിട്ട് തന്റെ മുഖം മുഴുവനും 2 കണ്ണൊഴികെ ബാക്കിയെല്ലാം മറക്കുകയാണ്. തന്റെ 2 കണ്ണൊഴികെ ബാക്കി എല്ലാ ഭാഗവും ഇങ്ങനെ അതാ തലപ്പാവ് കൊണ്ട് മറക്കുകയാണ്. എന്നിട്ട് കുതിരയുടെ മുകളിൽ കയറിയിട്ട് ശത്രുവിന്റെ നടുക്കിലേക്ക് പാഞ്ഞിറങ്ങുകയോ. അല്ലാഹുവേ, പടച്ചവരെ, യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞിറങ്ങുകയാണ്. എന്നിട്ട് ശത്രുക്കളെ മുഴുവനും വെട്ടി നശിപ്പിക്കുകയാ. എല്ലാ സ്വഹാബത്തും നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ആരാണെന്നറിയുന്നില്ല. മുഖം മുഴുവനും മറച്ചു വെച്ചിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലെ സ്വഹാബത്തുകൾക്കിടയിൽ ശത്രുക്കളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുകയാണ്. ആരോ പറഞ്ഞത് മലക്കാണ്, മനുഷ്യനല്ല. പടച്ചവനെ, അതുപോലെ രീതിയിലുള്ള യുദ്ധമാണ്. ശത്രുക്കളുടെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് പാഞ്ഞു കയറുകയാ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധം കഴിഞ്ഞിട്ട് സഹാബത്ത് നടക്കുകയാ. ആരാട് പടച്ചവര്? മുഖം മറച്ചിട്ട് വന്ന ചെറുപ്പക്കാരനാരാ? എല്ലാ ജനങ്ങളും ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുഖത്തിട്ടിരിക്കുന്ന മുഖത്തുണിയതാ, മുഖത്ത് പൊതിഞ്ഞിരിക്കുന്ന തലപ്പാവെടുത്ത് മാറ്റുമ്പോ ആരെന്നറിയുമോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുചെന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുചെന്നു. പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സഅദ്,
നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ സഅദ്, നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ. എന്തിനാ നീ യുദ്ധക്കിടത്തിൽ വന്നത്? നിന്റെ ഒരുപാട് കൊല്ലത്തെ അഭിലാഷമായിരുന്നല്ലോ, നിന്റെ ആഗ്രഹമായിരുന്നല്ലോ. നിന്നെയും കാത്തൊരു സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കുന്നല്ലോ സഅദ്. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, എന്തിനാണ് മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മുഖം കണ്ട അങ്ങ് തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ നബിയേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയില്, അള്ളാന്റെ റസൂലിന്റെ മടിത്തട്ടില് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. അവിടുന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തിനായിരുന്നു സഅദ്? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ തന്ന ആയുസ് നീ എന്തിന് ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ടേ നബിയേ? പറയാനൊരു മറുപടി വേണ്ടേ? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, ഞാൻ തന്ന ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് നാളെ പടച്ചറപ്പ് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ടേ? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കടന്നവിടെന്ന് ഷഹീദാവുകയോ, അവിടെന്ന് വഫാത്താവുകയോ. അവസാനം ജനാസ ഖബറിലേക്ക് വെക്കാ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ, അവിടത്തെ മുഖം തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ചിരിക്കാറില്ലല്ലോ, അങ്ങ് ആദ്യമായിട്ട് ചിരിക്കുന്നത് കണ്ടല്ലോ, എന്തിനാണ് മുഖം തിരിച്ചത്? മുഖം തിരിക്കുന്നത് കണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറഞ്ഞു, സഹാബാ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് വേണ്ടി സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് പരസ്പരം തമ്മിലടിക്കുന്നു സഹാബാ. ദുനിയാവിലെ പെണ്ണിന് ആരാ വേണ്ടത്? സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പരസ്പരം ആ ചെറുപ്പക്കാരന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുകയോ. ആ കൂട്ടത്തില് ഒരു ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പങ്കാല് വെളിവായി സഹാബാ. അത് കാണാതിരിക്കാനാണ് ഞാൻ എന്റെ മുഖം തിരിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് നിനക്ക് സുഖിക്കാറുള്ളതല്ലടോ. പടച്ചറപ്പിന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടില്ലടാ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. പടച്ചറപ്പ് തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, ഇത് കൊടുത്താലേ റബ്ബ് നിനക്ക് സ്വർഗം തരൂ ചെറുപ്പക്കാരാ. നിന്റെ ആയുസ് അല്ലാതെ കൊടുക്കുമ്പോര് നിന്റെ ആയുസ് പടച്ചവരെ കൊടുക്കടാ. 5 നേരം നിസ്കരിക്കു ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് കടന്നു പോകുക ചെറുപ്പക്കാരാ, നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കു ചെറുപ്പക്കാരാ. പൊന്നുമോനെ, അവിടാടാ കൂട്ടുകാരാകേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുമിക്കേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മത്സരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ കൂട്ടുകാരെന്നറിയുമോ? യഥാർത്ഥത്തിൽ കൂട്ടുകാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, ഉഹുദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഉഹുദിന്റെ രണാങ്കണത്തില് യുദ്ധത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ യുദ്ധക്കടത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതാ ഉഹുദിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഒരു മനുഷ്യനുണ്ടല്ലോ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് ഭാര്യയോടും മക്കളോടും യാത്ര പറയുകയാണ്.
ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, വീടിനകത്ത് ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് യാത്ര പറയുകയാ, എല്ലാവർക്കും ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് പാതിരാത്രി എഴുന്നേറ്റ് തന്റെ ആത്മാർത്ഥ സുഹൃത്തായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവരെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ, രണ്ടുപേരും വലിയ കൂട്ടുകാരാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെന്നിട്ട് വിളിക്കുന്ന, കൂട്ടുകാരാ, എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ. പാതിരാത്രി വീടിനകത്ത് കിടക്കുന്ന കൂട്ടുകാരെ വിളിച്ചിറക്കുകയാണ്. കള്ളു കുടിക്കാനല്ല, വ്യഭിചരിക്കാൻ പോകാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, അഹങ്കാരം കാണിക്കാൻ പോകാനല്ല. പാതിരാത്രി വന്ന് തന്റെ കൂട്ടുകാരെ വിളിച്ചിറക്കിയിട്ട് രണ്ടുപേരും കൂടെ ഉളവെടുക്കുകയാണ്. എന്നിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുകയോ. എന്നിട്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും നിസ്കാരം കഴിഞ്ഞപ്പോ അവിടുന്ന് കൂട്ടുകാരനെ പിടിച്ച് പുറകിലിരുത്തിയിട്ട് അവിടുന്ന് പറയുന്നു, സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുന്നു, കൂട്ടുകാരാ, ഞാൻ ദുആ ചെയ്യാ പോവുകയോ, ഞാൻ പടച്ചിറപ്പിനോട് ദുആ ചെയ്യാ പോവുകയാ. നീ ആത്മാർത്ഥമായി ആമീൻ പറയട്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി നിസ്കരിച്ചിട്ട് കൂട്ടുകാരനെ പുറകിലിരുത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോകുകയാ റബ്ബേ, എന്റെ വീട്ടിലേക്ക് എന്നെ മടക്കല്ലേ അല്ലാഹ്, എന്നെക്കാലം ആരോഗ്യമുള്ള ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാഹ്, അവൻ എന്റെ കൈ മുറിക്കണേ റബ്ബേ, എന്റെ കാല് മുറിക്കണേ റബ്ബേ, എന്റെ ചെവി മുറിക്കണേ അല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരപ്പായിരുന്ന് പാതിരാത്രി പടച്ചിറപ്പിനോട് ദുആ ചെയ്യുമ്പോ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന് ആമീൻ പറയാ കഴിയുന്നില്ലോ. അവിടെ ഇരുന്ന് കരയുകയാ, അവിടെ ഇരുന്ന് കരയുകയാ. ആ സമയത്ത് പറയുന്ന, കൂട്ടുകാരാ, ഒന്ന് ആമീൻ പറയുവോ. അള്ളാന്റെ മുന്നിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണ്ടേ, സ്വർഗത്തിൽ കടക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ. അതുകൊണ്ട് അല്ലാ, എന്റെ കൈ രണ്ടും വെട്ടിമുറിക്കണേ അല്ലാ. കൂട്ടുകാരൻ പറയുന്നു, ആമീൻ. എന്റെ കാല് മുറിക്കണേ അല്ലാ, ആമീൻ. എന്റെ ചെവി മുറിക്കണേ അല്ലാ, ആമീൻ. എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയോ, കൂട്ടുകാരൻ ആമീൻ പറയുകയോ, കെട്ടിപ്പിരിച്ച് മുസാഫഹത്ത് ചെയ്ത് പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കിടന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. പടച്ചവരെ, യുദ്ധക്കളത്തിൽ ശഹീദായി കിടക്കുന്നു സഹാബത്തിന്റെ ഇടയിലൂടെ ഓടുകയാ. എന്തിനാ ഓടുന്നതെന്നറിയുവോ? ഇന്നലെ രാത്രി വിളിച്ചിരുത്തിയിട്ട് ദുആ ചെയ്ത കൂട്ടുകാരനെ കാണാൻ ഓടി ചെല്ലുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയോ. കൈ രണ്ടും മുറിച്ച് മാറ്റിയിട്ടുണ്ട്, കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ചെവി മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി കീറിയിട്ടിരിക്കുകയോ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, കൂട്ടുകാരാ, നീ സാക്ഷിയാ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എനിക്ക് സാക്ഷി നിൽക്കട്, നീ എനിക്ക് സാക്ഷി നിൽക്കട്. അവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ലടാ. അല്ലാഹു തന്നെ ചോദിക്കുന്നു, പെണ്ണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല പെങ്ങള്, നിന്റെ ആയുസ് അല്ലാഹുള്ളതാ. നിനക്ക് സുഖിക്കാനും ആസ്വദിക്കാനും അഹങ്കാരം കാണിക്കാനും ഉള്ളതല്ലോ. അതുകൊണ്ട് നാളെ പ്രവാചകന്മാര് കിടക്കുന്ന പടച്ചിറപ്പിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തില് പ്രവാചകന്മാരുടെ
ചാരത്ത് നിനക്ക് ഒരുമിച്ച് കൂടടോ. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സഹാബാ, അല്ലാഹു തന്ന ആയുസുണ്ടല്ലോ, അതാരാണോ പടച്ചുറപ്പിന് കൊടുക്കുന്നത് അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, പടച്ചുറപ്പ് തന്നിരിക്കുന്ന ഈ ആയുസ് നമുക്കുള്ളതല്ല. നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നതൊക്കെ കാണിച്ച് തിന്നു കുടിച്ച് സുഖിച്ച് നടക്കാനുള്ളതല്ല. ഈ ആയുസ് അല്ലാഹുവിനുള്ളതാ. നിന്റെ ആയുസ് നീ റബ്ബിന് കൊടുത്ത നിനക്ക് ഫിർദൗസ് എന്ന സ്വർഗം അല്ലാഹു പകരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അവകാശി ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അവകാശി ഫിർദൗസ് എന്ന് പറയുന്ന രണ്ടാമത്തെ അവകാശി, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ രണ്ടാമത്തെ അവകാശി അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവന് ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഇന്ന് സുന്നത്തുകൾ ഉന്മൂലനം ചെയ്യുന്ന ഒരു കാലത്താ ഞാനും നിങ്ങളും പ്രവാചകന്റെ ഏത് സുന്നത്താണ് ജീവിതത്തിൽ അനുസരിക്കുന്നത്? ഒരെണ്ണം പറ. ഞാൻ എൻ്റെ നഫ്സിനോട്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ചോദിക്ക്. അല്പം സൗണ്ട് പൊട്ടിക്കാന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണ എത്ര പേരുണ്ട്? ഒരെണ്ണം പറ. 100 ഒന്നും വേണ്ട. ഒരെണ്ണം ഞാനും നിങ്ങളും പറ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തിനെ കുറിച്ച് പറയുമ്പോ പറയൂ, ഉസ്താദെ ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ അല്ലാഹു നരകത്തിലൊന്നും ഇടൂലല്ലോ. അതാ ചോദിക്കണേ. എടാ, താടി വളർത്തടാ, തൊപ്പിയിടടാ, നല്ല കോലത്തിൽ നടക്കടാ, അത് സുന്നത്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കും, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അല്ലാഹു നരകത്തിലൊന്നും ഇടൂല. അതൊക്കെ ശരി തന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച നാളെ പ്രവാചകന്മാര് കിടക്കുന്ന ഫിർദൗസ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സുന്നത്ത് മുറുകെ പിടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസം മുതൽ, ഇന്നത്തെ ഈ രാത്രി മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാമെന്ന് നിയ്യത്ത് ചെയ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏത് സുന്നത്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരെണ്ണം ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ചെയ്യാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഏത് സുന്നത്തെയും. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സുന്നത്ത് പറയാം. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അല്ലേ? എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്തല്ലേ? അതിനാർക്കും ഒരു സംഘടനകൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം ആ സുന്നത്ത് മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്ക്, പ്രതിഫലം പറയാം. പൊക്കണ്ടവര് പൊക്കിക്കോ, പിന്നെ അവസരമില്ല. രണ്ടാമത്തെ പൊക്കലൊക്കെ നിർത്തി. രണ്ടാമതൊരു പൊക്കലുണ്ടല്ലോ, അത് നിർത്തി. പൊക്കണ്ടവരൊക്കെ പൊക്കിക്കോ. ഞാൻ ഒന്ന് കാണട്ടെ. നല്ലതുപോലെ പൊക്കിക്കോ. പ്രതിഫലം പറയാൻ പോകാ. പൊക്കാത്തവന്മാരിരുന്ന് കരയാനും പോവാ. നല്ലതുപോലെ ഒന്ന് ഉയർത്തിക്കോ, കാണട്ടെ. അല്ലാഹുവേ, ഈ കൈ കൊണ്ട് ഹൗദൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. മരിക്കുന്ന കാലത്തോളം ഒരാളുടെ മുന്നിലും നീട്ടേണ്ട ഗതി ഞങ്ങൾക്ക് ആർക്കും തരല്ലേ പടച്ചവനെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുന്നത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ പരിഗണിക്കാറില്ല. നമ്മുടെ വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല. എത്ര കിട്ടിയാലും തികയുന്നില്ല. അടിയും വഴക്കും ബഹളമല്ലേ അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നറിയോ? ഉസ്താദിനെടുക്ക വന്നിട്ട് പറയും, ഉസ്താദ് കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മാറ്റണമെന്ന്. വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ. ഭർത്താവും ഭാര്യയും ശത്രുക്കളെ പോരാ. മക്കള് കണ്ട രണ്ടും കൂടെ തല്ല. എത്ര കിട്ടിയിട്ടും വീടിന്റെ കന്നിമൂലയല്ല നീ ശരിയാവാത്തത്. വീടിന്റെ മൂലയല്ല വീട്ടിനകത്ത് കൊണ്ടിരുത്തി നിങ്ങളാ നന്നാകാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന 3 കാര്യമാണ്.
3 കാര്യം സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ എല്ലാ സർവ്വചരാചരങ്ങളും ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും ശാപം വാങ്ങുന്നവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരാം, ഒന്ന് നേരെ ഇരിക്ക്. സർവ്വചരാചരങ്ങളുടെയും ശാപം വീട്ടിലിരുന്നിട്ട് വാങ്ങുന്നവരാ നമ്മൾ. ഏത് 3 തെറ്റെന്നറിയോ? 1, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ എല്ലാ വസ്തുക്കളും ശപിക്കുന്ന. പിന്നെങ്ങനാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുക? നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഇടത് കൈകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ, ഇടയിലാണോ, ശേഷമാണോ? എപ്പോഴാ വെള്ളം കുടിക്കേണ്ടേ? എപ്പോഴാ? അവിടെ 2 അഭിപ്രായം. പോട്ടെ, ആദ്യം അല്ലെങ്കിൽ അവസാനം. പോട്ടെ, അത് ഞാൻ വിട്ടു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ട് ഭക്ഷണത്തിന്റെ ഇടയിൽ കഴിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ ഇങ്ങനെ ആശ്രയിച്ചിട്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത് നിങ്ങൾക്ക്? ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ താങ്ങിയിട്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് നിങ്ങൾക്ക് ആരാ പഠിപ്പിച്ചെന്ന്? എന്തേ വലത് കൈ അള്ളാഹ് നിനക്ക് തന്നില്ലേ കുടിക്കാൻ? എന്റെ പടച്ചറപ്പ് നിനക്ക് വലത് കൈ തന്നില്ലേ? അതങ്ങ് ഒടിഞ്ഞു പോയോ, മുറിഞ്ഞു പോയോ? നിന്റെ വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ച എന്തേ സംഭവിക്കുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരല്പം എച്ചില് പറ്റും, അത്രയല്ലേ ഉള്ളൂ അല്ലേ? നീ കുടിക്കണ ക്ലാസ്സിനകത്ത് ഒരു ഇച്ചിരി എച്ചില് പറ്റും, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. അള്ളാഹു വലത് കൈ കൊണ്ട് കുടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല, ഇനിയിപ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തു. ഇടത് കൈ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ കുടിക്കണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ കുടിക്കേണ്ടത്? പഠിച്ചോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഴയ ആൾക്കാർ പറയും, ഭക്ഷണം കഴിക്കുമ്പോൾ കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ അതൊന്നും പറയാറില്ല, ഇല്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല, എന്നിട്ട് കുഴച്ച് വാരിട്ട് അടിക്കാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കുടിക്കുക. അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് ഗ്ലാസ് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കെ എങ്ങനെ കുടിക്കണം? ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനും പറ്റാതെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനെ കുടിക്കാൻ പറ്റൂ. അതും ഒരു കളിയാക്കല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്നത് ബാക്കി വെക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. ഭക്ഷണങ്ങൾ ബാക്കി വെക്കുക. കടയിൽ പോയൊരു ചായ കുടിച്ചാലും ഒരല്പം അവന് വെച്ചേക്കും. കാരണം മൊത്തം കുടിക്കാറില്ല, ഇവൻ ആക്രാന്തം പിടിച്ചിരിക്കണമെന്ന് വിചാരിക്കും. ഇങ്ങനാണല്ലോ. ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞാൽ പരിപൂർണമായി കഴിക്കാറില്ല. കാരണം ആരെങ്കിലൊക്കെ പാത്രമൊക്കെ ഈ ഉസ്താദന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ നക്കി പഠിക്കണ എന്താ ഈ മനുഷ്യൻ എന്താ പട്ടിണി നടന്നിട്ട് വരിക, അങ്ങനെ ചിന്തിക്കാം. ഉസ്താദന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ ഇങ്ങനെ നക്കി പഠിക്കാറുണ്ട്, ഇങ്ങനെ തുടക്കാറുണ്ട്, കയ്യുറും ചാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇയാളെ പട്ടിണി നടന്നിട്ട് വരിക. എന്നല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണം ബാക്കി വെക്കരുത്, ശാപം കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. വിളമ്പി കൊടുത്താൽ എല്ലാം കൂടെ എടുത്ത് ആ മനുഷ്യന്റെ പാത്രത്തിൽ ഇട്ടിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കും. തിന്നാൻ പറ്റുമോ? എല്ലാം കൂടെ വാരിയിടും. നമ്മൾ വിളമ്പി വാരിയിട്ട് കഴിഞ്ഞാൽ ഒന്നി ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ പിന്നെ പടച്ചവൻ എന്തോ ഇങ്ങനെ കൈ വറച്ചിട്ടാ വിളമ്പണത്, ഇത്തിരി ഇടത്തുള്ളൂ. അപ്പൊ അയാൾ വിചാരിക്കും എന്താ മനുഷ്യൻ ഇങ്ങനെ അണിക്കണേ. സത്യത്തിൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം എടുത്തു വെക്കണം. ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് പറയണം, ഇത് നിന്റെ വീട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്ത് തിന്നോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് സന്തോഷം. ഇത് നിന്റെ ഭവനം, നീ ആവശ്യമുള്ള നീ എടുത്ത് തിന്ന്, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ ബുദ്ധിമുട്ടിക്കലാകില്ല, ഭക്ഷണം ബാക്കി കളയൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിനകത്ത് തന്നെ വേസ്റ്റ് വെക്കുന്നവരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. തിന്നുന്ന പാത്രം എത്ര വലിയ VIP ആണെങ്കിലും നോക്കിക്കേ, പടച്ചവൻ എങ്ങനെ കേട്ട് തിന്നാ എല്ല് സൈഡിൽ കാണും. പാത്രത്തിന്റെ ഒരു സൈഡിൽ എല്ല്, ഇപ്പുറത്തെ സൈഡിൽ മീന്, ഇപ്പുറത്തെ കരിയാപ്പല, ഇത്രയും മുളക് എല്ലാം ചുറ്റുഭാഗത്ത്.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് ആരോടാ പറയേണ്ടത്? നടന്നു തിന്നുന്ന ആൾക്കാരോടാ, നിന്ന് തിന്നുന്ന ആൾക്കാരോട് ഇത് പറയും. ഇന്ന് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവനവന്റെ ഇഷ്ടത്തിന് വിളമ്പിക്കോണം, നിന്ന് തിന്നോണം. തിന്നോ, കുഴപ്പമൊന്നുമില്ല. നിന്ന് തിന്നണമെങ്കിൽ തിന്നാം, നിന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാം. മരുന്നുകളില്ലാത്ത രോഗം അല്ലാഹു തരുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. മരുന്നുണ്ടാകില്ല പെങ്ങളെ, മരുന്നുണ്ടാകില്ല. രാവിലെ നിന്റെ വീട്ടില് ഓട്ട മത്സരവാ, ഉമ്മായി മോനും കൂടെ. രാവിലെ 8 മണിയായി, മക്കളെ സ്കൂളിൽ വിടാ, നിന്നല്ല തിന്നുന്നത്, ഓടിയിട്ടാ തിന്നണേ. അള്ളാഹു പടച്ചവനെ ഓടിക്കോ, അവസാനം ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്ന് ഓടേണ്ട ഒരു ഗതി നിനക്ക് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലേ. രാവിലെ വീട്ടിൽ നോക്കണം, ഓടിച്ചിട്ടാ. എന്തേ നിന്റെ മക്കളെ പിടിച്ച് ഇരുത്തിയിട്ട് കൊടുക്കാറില്ല? നിന്റെ മക്കളെ പിടിച്ചിരുത്താൻ നിനക്കല്പം നേരത്തെ എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കാം? എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം മക്കൾ കിടന്ന് കരയുന്നത് കാണേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കരുത്, അത് താഴെ വെക്കണം. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്ക്, അല്ലെങ്കിൽ വേസ്റ്റ് വെക്കുന്ന പാത്രത്തിനകത്ത്, തിന്നുന്ന പാത്രത്തിൽ വെക്കരുത്. അതൊരു ജീവിയുടെ സ്വഭാവമാണ്. വേസ്റ്റിന്റെ നടുക്ക് നിന്ന് തിന്നുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ, ഞാനിത് പറയുന്നില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മറ്റ് ചിലര് കയ്യിൽ വെച്ചിട്ടേ തിന്നത്തുള്ളൂ. ചിലർക്ക് ഭക്ഷണം ഡൈനിങ് ടേബിൾ ഒന്നും പോരാ, കൈയുടെ മുകളിൽ വെച്ചിട്ട്, ഇല്ലെങ്കിൽ മടി വെച്ചിട്ട്, അങ്ങനെയും തിന്നാൻ പാടില്ല. ശരീരത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവന് ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ സൂക്ഷിക്ക്, നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.